നിങ്ങൾ ഇപ്പോൾ എടുക്കുന്ന തീരുമാനങ്ങളാണ് 5 വർഷം കഴിഞ്ഞ് നിങ്ങൾ എങ്ങനെ ആകണമെന്ന് തീരുമാനിക്കുന്നത്. ഞാനിന്ന് പറയാൻ പോകുന്ന 7 ഹാബിറ്റ് നിങ്ങളുടെ ലൈഫിനെ കംപ്ലീറ്റ്ലി ചേഞ്ച് ആക്കും. ലോകത്തിൽ വെറും 5% ആളുകൾ മാത്രമാണ് സക്സസ് ആകുന്നത്. നിങ്ങൾക്കും ഈ 5%-ൽ എത്തണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം. നിങ്ങൾക്ക് മാറണമെന്നറിയാം, പക്ഷെ എങ്ങനെ മാറണമെന്ന് അറിയില്ല, അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ ഉണ്ടാവില്ല. നിങ്ങൾ ഓരോ ദിവസവും ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങളുടെ ഫ്യൂച്ചറിനെ തന്നെ മാറ്റിമറിക്കാം. ശരി, ഇനി നമുക്ക് ഏതൊക്കെയാണ് ആ 7 ലൈഫ് ചേഞ്ചിങ് ഹാബിറ്റ്സ് എന്ന് നോക്കാം. ഇതിൽ ഒരെണ്ണമെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് തന്നെ ചേഞ്ച് ആകും. ഹാബിറ്റ് നമ്പർ 1, വേക്കപ്പ് 5 AM. രാവിലെ 5 മണിക്ക് മുന്നേ എഴുന്നേൽക്കുക. ഇത് നിങ്ങൾ ഒരുപാട് വട്ടം കേട്ടതാണെന്ന് എനിക്കറിയാം, പക്ഷെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം രാവിലെ 5 മണിക്കും 7 മണിക്കും ഇടയിലാണ് നമ്മുടെ ഗോൾഡൻ ഹവേഴ്സ്. ആ സമയം ആരും നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാൻ വരില്ല, ഫോണിൽ നോട്ടിഫിക്കേഷൻ വരൂല, അതുപോലെ തന്നെ നിങ്ങളുടെ ബ്രെയിൻ വളരെ ഫ്രഷ് ആണ്. ഇനി നിങ്ങൾക്ക് നേരത്തെ എണീക്കണമെന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ എണീക്കുന്നതിൻ്റെ അരമണിക്കൂർ മുമ്പെങ്കിലും എണീക്കാൻ നോക്കുക. നെക്സ്റ്റ് വീക്ക് ആകുമ്പോഴേക്കും വീണ്ടും അരമണിക്കൂർ മുമ്പ് എണീക്കുക. അങ്ങനെ 5 മണിക്ക് എഴുന്നേൽക്കുന്നത് വരെ ഇത് കണ്ടിന്യൂ ചെയ്യുക. ആദ്യത്തെ വീക്ക് കുറച്ച് ടഫായി തോന്നും. 21 ദിവസം കഴിയുമ്പോഴേക്കും നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി ലെവൽ വളരെയധികം ഇൻക്രീസ് ആയിരിക്കും. ഹാബിറ്റ് നമ്പർ 2, റീഡ് അറ്റ്ലീസ്റ്റ് 10 മിനിറ്റ് ഡെയിലി. ദിവസവും അറ്റ്ലീസ്റ്റ് 10 മിനിറ്റെങ്കിലും ബുക്ക് വായിക്കും. ഇത് നിങ്ങളുടെ നോളജ് കൂട്ടാനും ഫോക്കസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാനും തിങ്കിങ് എബിലിറ്റി മെച്ചപ്പെടുത്താനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് തരം ബുക്ക് വേണമെങ്കിലും വായിക്കാം. നിങ്ങൾക്ക് ഏതിലാണോ കൂടുതൽ ഇൻട്രസ്റ്റ് ആ ടോപ്പിക്കിലെ ബുക്കൊക്കെ വായിക്കാം. നിങ്ങൾ ഒരു ദിവസം 2 പേജ് വെച്ച് വായിച്ചാൽ തന്നെ ഒരു മാസം 60 പേജ് നിങ്ങൾ വായിച്ചു. മറ്റുള്ളവരെക്കാൾ അത്രത്തോളം നോളജ് നിങ്ങൾക്ക് കൂടുതൽ ലഭിച്ചു. ഹാബിറ്റ് നമ്പർ 3, എക്സസൈസ് ഡെയിലി. ഞാനൊരു അത്ലറ്റ് ഒന്നും അല്ലല്ലോ എന്ന് പറയുന്നവർക്ക് നമ്മൾ ഒരിക്കലും മസിൽ ബിൽഡ് ചെയ്യാനോ 6 പാക്ക് വരാനോ മാത്രമല്ല എക്സസൈസ് ചെയ്യുന്നത്. പകരം നമ്മുടെ മെൻ്റൽ ഹെൽത്തിന് കൂടെയാണ്. എക്സസൈസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങൾ ലഭിക്കുന്നുണ്ട്. നിങ്ങളുടെ സ്ട്രെസ് കുറയും, കോൺഫിഡൻസ് ഒക്കെ കൂട്ടും, എനർജി ലെവൽ ബൂസ്റ്റ് ചെയ്യും, സ്ലീപ്പ് ക്വാളിറ്റി ഒക്കെ ബെറ്റർ ആക്കാനും ഇത് നിങ്ങളെ സഹായിക്കും. നിങ്ങളിപ്പോൾ വളരെ യങ് ആണ്. ഇപ്പോൾ തന്നെ ഹെൽത്തൊക്കെ ശ്രദ്ധിക്കുന്നത് കൂടുതൽ നല്ലതായിരിക്കും. നിങ്ങൾ ജിമ്മിൽ പോകണം എന്നൊന്നും ഞാൻ പറയില്ല. നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ചെറിയ ചെറിയ എക്സസൈസ് ഒക്കെ ചെയ്യാം. ഹാബിറ്റ് നമ്പർ 4, ഡിജിറ്റൽ ഡീറ്റോക്സ്. അതായത് സ്ക്രീൻ ടൈം ലിമിറ്റ് ചെയ്യുക. ഒരു ആവറേജ് സ്റ്റുഡൻറ്റിൻ്റെ ഒരു ദിവസം 5 മുതൽ 7 മണിക്കൂർ വരെയാണ് സ്ക്രീൻ ടൈം. ഇത്ര നേരമൊക്കെ ഉണ്ടോ? ഇനിയും നിങ്ങൾക്ക് വിശ്വാസമായില്ലെങ്കിൽ നിങ്ങളുടെ സ്ക്രീൻ ടൈം ട്രാക്ക് ചെയ്യുക. അതിനായി നിങ്ങൾക്ക് ആപ്സ് ഒക്കെ യൂസ് ചെയ്യാം. അത് കണ്ട് നിങ്ങൾ തന്നെ വിചാരിക്കും, ഞാൻ ഇത്ര നേരമൊക്കെ ഫോൺ യൂസ് ചെയ്യുന്നുണ്ടോ? ഒരു ദിവസം 7 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഒരു വർഷമാകുമ്പോഴേക്കും 2555 മണിക്കൂർ, അതായത് 106 ദിവസത്തോളം നിങ്ങൾ ഫോണിൽ നോക്കി വേസ്റ്റ് ചെയ്യുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. 106 ദിവസം നിങ്ങൾക്ക് പകരം എന്തൊക്കെ ചെയ്യാമായിരുന്നു എന്ന്. പുതിയ സ്കില്ല് പഠിക്കാം, ഫാമിലിയോടൊപ്പം ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാം, ബുക്ക് വായിക്കാം. അതുകൊണ്ട് ഫോൺ അഡിക്ഷൻ മാറ്റി പഠിത്തത്തിൽ ഫോക്കസ് ചെയ്യാൻ ഞാൻ കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. നമ്മൾ രാവിലെ എണീറ്റ് ആദ്യത്തെ 1 മണിക്കൂർ ഫോൺ എടുക്കാതിരിക്കുക. അതുപോലെ തന്നെ കിടക്കാൻ പോകുന്നതിൻ്റെ 1 മണിക്കൂർ മുമ്പ് ഫോൺ ഉപയോഗിക്കുന്നത് നിർത്തുക. ആപ്പ് ടൈമർ സെറ്റ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഒക്കെ മാക്സിമം 30 മിനിറ്റ് മാത്രം യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഒക്കെ ഓഫ് ആക്കിയിടുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കുമ്പോൾ ഫോൺ മറ്റൊരു റൂമിലേക്ക് മാറ്റി വയ്ക്കുക. ഹാബിറ്റ് നമ്പർ 5, സ്കിൽ ബേസ്ഡ് ലേണിംഗ്. ഇത് വളരെ എഫക്റ്റീവ് ആണ്. കാരണം സ്കൂളിൽ നമ്മളെ വെറും തിയറീസും കോൺസെപ്റ്റ്സും മാത്രമാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഒരു എക്സ്ട്രാ സ്കില്ല് ലേൺ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം നിങ്ങൾ ഒരു ഫീൽഡിൽ ഫെയിൽ ആയാലും നിങ്ങൾക്ക് മറ്റൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ബ്രെയിൻ ഗ്രോത്തിനും കോൺഫിഡൻസ് കൂട്ടാനും ഒരു സൈഡ് ഇൻകം ജനറേറ്റ് ചെയ്യാനും ഇത് വളരെ ഹെൽപ്ഫുൾ ആണ്. ഹാബിറ്റ് നമ്പർ 6, ജേർണലിംഗ്. ഒരു സ്റ്റഡി അനുസരിച്ച് സ്ട്രെസ് കുറയ്ക്കാനും ഇമ്മ്യൂണിറ്റി സിസ്റ്റം സ്ട്രെങ്തൻ ചെയ്യാനും മെമ്മറി പവർ ഇംപ്രൂവ് ചെയ്യാനും ഇത് സഹായിക്കുന്നുണ്ട്. കൂടാതെ കുറച്ച് മാസങ്ങളോ വർഷങ്ങളോ കഴിഞ്ഞ് നിങ്ങൾ ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും നിങ്ങൾ എത്രത്തോളം ചേഞ്ച് ആയി എന്ന്. ഇനി ജേർണൽ എഴുതുമ്പോൾ എന്തൊക്കെയാണ് എഴുതേണ്ടത്? ഗ്രാറ്റിറ്റ്യൂഡ്. ഇന്നത്തെ ദിവസം നല്ലതായി നടന്ന കാര്യങ്ങൾ. ടുഡേ വിൻസ്, അതായത് നിങ്ങളെ ഇന്ന് പ്രൗഡാക്കിയ കാര്യങ്ങൾ. ലെസൺ ലേൺഡ്, ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാൻ കഴിഞ്ഞത്. ടുമാറോസ് പ്ലാൻ, നാളെ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. പിന്നെ അവസാനമായി നിങ്ങൾക്ക് ഫ്രീ റൈറ്റിംഗും കൂടിയും ചെയ്യാം. നിങ്ങളുടെ മനസ്സിൽ എന്താണോ വരുന്നത് അത് നിങ്ങൾക്ക് എഴുതാം. ഇത് 1 മാസം ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ സെൽഫ് അവെയർനെസ്സും ഡിസിഷൻ മേക്കിങ്ങും ഇൻ്റലിജൻസും എല്ലാം ഇംപ്രൂവ് ചെയ്യും.
ഹാബിറ്റ് നമ്പർ 7, ഇൻറ്റൻഷ്യൽ ഫ്രണ്ട്ഷിപ്പ്. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഒരു അംബീഷനും ഇല്ലാതെയാണ് നടക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളും സ്ലോലി അങ്ങനെ ആകും. അതുകൊണ്ട് നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഉപേക്ഷിക്കണം എന്നല്ല ഞാൻ പറയുന്നത്, പകരം ബെറ്റർ കണക്ഷൻസ് ബിൽഡ് ചെയ്യുക. നല്ല മെൻറ്റാലിറ്റി ഉള്ള ആളുകളോടൊപ്പം കണക്ഷൻസ് ബിൽഡ് ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ചോദിക്കാം, ഈ ഫ്രണ്ട്ഷിപ്പ് എന്നെ നല്ലതിലേക്കാണോ അതോ നാശത്തിലേക്കാണോ എത്തിക്കുക? കഴിയുന്നതും ടോക്സിക് ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് ഡിസ്റ്റൻസ് പാലിക്കുക. ഇന്ന് പറഞ്ഞ 7 പവർഫുൾ ഹാബിറ്റും നമുക്കൊന്ന് റിവ്യൂ ചെയ്ത് നോക്കാം. വേക്ക് അപ്പ് 5 AM, റീഡ് അറ്റ്ലീസ്റ്റ് 10 minutes, എക്സസൈസ്, ഡിജിറ്റൽ ഡീറ്റോക്സ്, സ്കിൽ ബേസ്ഡ് ലേണിംഗ്, ജേർണലിംഗ്, ഇന്റൻഷണൽ ഫ്രണ്ട്ഷിപ്പ്. എനിക്കറിയാം ഇത് കേട്ട 95% പേർക്കും ഇൻഫർമേഷൻ കിട്ടും, പക്ഷേ ആക്ഷൻ എടുക്കൂല. നിങ്ങൾ ബാക്കി 5% പെടുന്നവരാണെങ്കിൽ ഇന്ന് തന്നെ ആക്ഷൻ എടുക്കുക. ഈ വീഡിയോയുടെ താഴെ ഷുവർ എന്ന് കമൻറ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങളുടെ ഭാവി എങ്ങനെ ആകണമെന്ന്. ശരി, ഇനി നിങ്ങൾ ഈ ഹാബിറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്ത് പഠിക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്തു, പക്ഷെ പഠിച്ചത് ഫുള്ള് മറന്നുപോയാൽ അതുകൊണ്ട് ഒരു കാര്യവുമില്ല. നിങ്ങൾക്ക് പഠിച്ച കാര്യം മറക്കാതിരിക്കാൻ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന വീഡിയോ കാണാവുന്നതാണ്. നിങ്ങൾ ഈ ഹാബിറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഈ എഫക്റ്റീവ് സ്റ്റഡി മെത്തേഡ് കൂടി അറിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് തന്നെ ചേഞ്ച് ആകും. ഒപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെ തന്നെ കൂടുതൽ വീഡിയോസിനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റിമെമ്പർ, ദ ബെസ്റ്റ് ടൈം ടു പ്ലാന്റ് എ ട്രീ വാസ് 20 years ago. The second best time is now.